നമ്മുടെ തൃശ്ശൂർ കലോത്സവ വേദിയിൽ ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഇത് കാണാനായിട്ട് വരുന്നുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് വളരെയധികം ഫേമസ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള അപ്സരയാണ്. ഹലോ മേഡം. ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് കലോത്സവ വേദിയിൽ ഇത് കാണാൻ വന്നിട്ടുള്ള ഒരു അനുഭവം? എങ്ങനെയുണ്ട്? ആൾക്കാർ ആദ്യമായിട്ടാണ് എൻ്റെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അല്ലാതെ ഒരു വേറെ ലെവലിലുള്ള ഒരു യൂത്ത് ഫെസ്റ്റിവൽ കാണുന്നത്. എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടുള്ള ആക്ടർ രഞ്ജിത്ത് മേനോൻ്റെ മകളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അത് കാണാൻ വേണ്ടി വന്നിട്ടാണ് ഞാനിങ്ങനെ കാണുന്നത്. ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഒരേ സ്റ്റേജിൽ മത്സരിക്കുന്നത് കാണുമ്പോൾ ഇറ്റ് ഇസ് റിയലി ബ്ലെസ്ഡ് ആൻഡ് ഗ്രേറ്റ്. അപ്പോൾ തൃശ്ശൂർക്കാരിയായിട്ട് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ ചെറുതായിട്ടൊക്കെ എഴുതുമായിരുന്നു. അപ്പോൾ കഥാരചന അങ്ങനെയുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു കലോത്സവമൊക്കെ ആദ്യമായിട്ട് കാണുകയാണ്. ഡാൻസും കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്റ്റേറ്റ് ലെവൽ കലോത്സവം ആദ്യമായിട്ടാണ്. അപ്പോൾ തൃശ്ശൂരിൽ ശരിക്കും പറഞ്ഞാൽ പൂരമാണ്. പൂരവും കാണാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് തുടക്കം. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. പക്ഷെ നമ്മളങ്ങനെ തൃശ്ശൂർ തന്നെ ആയതുകൊണ്ടും വീട്ടിലെപ്പോഴും പറയും അങ്ങനെ തിരക്കിലേക്കൊന്നും പോകരുതെന്ന് പറയുന്ന ഒരു ഫാമിലി ആയിരുന്നു. പക്ഷേ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയെങ്കിൽ നമ്മൾ അതൊക്കെ മാറ്റിമറിക്കും അല്ലേ? അല്ല, അതൊക്കെ നമ്മൾ പഠിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സെൽഫായി ഇൻഡിപെൻഡൻ്റ് ആയി നമ്മൾ നമ്മുടെ കാലിലായിരുന്നു. അതാണ് ഞാൻ ഈ പറയുന്നത്. ആയി കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വേറെ ബാരിയർ ഒന്നുമില്ല. എനിക്ക് ക്രൗഡൊക്കെ ഇഷ്ടമാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. കാണാൻ ഇങ്ങനെ വരാനും എല്ലാം നമ്മുടെ ലൈഫിൽ വൺ ടൈം എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇതൊരു വേറെ വൈബാണ്. ഇത് ലൈഫിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ വരണം, ഇതൊക്കെ കാണണം. ഒരു നെക്സ്റ്റ് ജനറേഷൻ്റെ ആർട്ടിസ്റ്റിക് നോളേജാണ് നമ്മൾ കാണുന്നത്. നമുക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇവിടെ കുട്ടികൾ ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇസ് റിയലി ഗുഡ് ആൻഡ് ഗ്രേറ്റ്. ഒന്നിലും പങ്കെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ആള് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. സീരിയലുകളിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം വരാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പം ചെയ്തുകൊണ്ട് ലാസ്റ്റ് ചെയ്തത് മീനാക്ഷി കല്യാണാണ്. മഴവിൽ മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എഴുതിയിരുന്നു സീരിയൽ. ഇപ്പോൾ വരാൻ പോകുന്നത് ഈ പുഴയും കടന്ന് എന്ന് പറയുന്ന ഏഷ്യാനെറ്റിലൊരു സീരിയലാണ്. അത് സർപ്രൈസ് ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. വരുമ്പോൾ എല്ലാവർക്കും അറിയാം. ഒന്നും പൊട്ടിക്കില്ല, സർപ്രൈസ് ഒന്നും പൊട്ടിക്കില്ല. എല്ലാം നടന്നതിന് ശേഷം പറയുന്നതാണ് എനിക്ക് വിശ്വാസം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ കലോത്സവ വേദിയിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാറ്റഗറിയിലുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അപ്സരയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വളരെ നന്നായിട്ട് സുന്ദരിയായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ടിപ്പ് പറഞ്ഞു തരാനുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ജനറേഷനിൽ ആരും അധികം ഇന്ന് ഞാൻ സാരി എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ റെഗുലറായിട്ട് സാരി വളരെ കംഫർട്ടായിട്ട് എങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാം എന്ന്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികൾ എങ്ങനെ ആൾക്കാർക്ക് ഡെയിലി വെയർ ആക്കാം എന്ന് പറയുന്ന ഒരു വ്ളോഗിങ് ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാരി ഉടുക്കണം. നമ്മൾ സ്ത്രീകളാവുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ഫെമിനിസം അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ. സാരി ഒരു സ്ത്രീ ഏറ്റവും ഭംഗിയായി കാണിക്കുന്ന ഒരു കോസ്റ്റ്യൂമാണ് സാരി. പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എന്നും ഉടുത്തിരുന്നു. ഇപ്പോൾ അതൊരു ഒക്കേഷണൽ വെയർ ആണ്. ഇപ്പം നമ്മളിവിടെ തന്നെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ സാരി ഉടുത്ത ആൾക്കാർ വളരെ കുറച്ചാണ്. സോ അത് ഞാൻ ഒരു റീല് ചെയ്തിടുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും അത് ധരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഐ എം പ്രൗഡ്. സെറ്റുമുണ്ടുകളും അതെ തീർച്ചയായിട്ടും ഏറ്റവും ഭംഗിയായിട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വീഡിയോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇവിടെ സാരി ഉടുത്ത് നടക്കുന്ന ആളുകൾക്ക് ഒരു സമ്മാനമൊക്കെ കൊടുത്താലോ? കൊടുക്കാലോ. അതിനിപ്പോ എന്താ, സ്പോൺസർ ചെയ്യണം. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയട്ടെ. ചുമ്മാ ഞാനൊരു ഇത് പറഞ്ഞത്. എന്തായാലും അങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണാൻ പറ്റട്ടെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.